ഇനി ഒരു പോയിന്റ് ഉള്ളത് വെൻ വെൻ എ ഫോട്ടോൺ ഈസ് when a photon of sufficient energy strikes an electron in the atom of the metal, it transfers its energy instantaneously to the electron during the collision and the electron is ejected without any time lag or delay. അപ്പോൾ ഒരു മെറ്റൽ സർഫസിൽ ഒരു ഫോട്ടോൺ വന്ന് പതിക്കുകയാണ്. എന്നിട്ട് എന്താണ് അതിൽ നിന്നൊരു ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്നതിന് ഇജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് എനർജി, ഫോട്ടോണിൻ്റെ എനർജി ഇലക്ട്രോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് വിത്തൗട്ട് എനി ലാഗ്, അല്ലേ? ഒരു ലാഗും ഇല്ലാണ്ട് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ഇലക്ട്രോണിന് ഫോട്ടോണിലുള്ള എനർജി ട്രാൻസ്ഫർ ആവുകയാണ്. സോ ഗ്രേറ്റർ ദ എനർജി പൊസസ്ഡ് ബൈ ദി ഫോട്ടോൺ ഗ്രേറ്റർ വിൽ ബി ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഗ്രേറ്റർ ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. അപ്പോൾ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി കൂടുതലാണെങ്കിൽ അത്രയും കൂടുതൽ എനർജി എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും? ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും അതുപോലെ കൂടും. Okay, kinetic energy of the ejected electron is proportional to the frequency of the electromagnetic radiation. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാം, ഇപ്പോൾ വരുന്ന ഫോട്ടോണിൻ്റെ എനർജി ന്യൂ എന്നും പിന്നെ ഇജക്റ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിലെ അയാളുടെ എനർജി ന്യൂ 0 എന്നും എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഇലക്ട്രോണിലോട്ട് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഈ രണ്ട് എനർജികളുടെയും ഡിഫറൻസ് ന്യൂ - ന്യൂ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ. ഓക്കെ, അങ്ങനെ കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂ ഈസ് ഈക്വൽ ടു, അല്ലേ, ന്യൂ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? നമ്മൾ വന്ന ഫോട്ടോണിൻ്റെ എനർജി ഈസ് ഈക്വൽ ടു ന്യൂ 0 പ്ലസ് ½ m v². എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി. ഓക്കെ, എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് വി ഈസ് ദ വെലോസിറ്റി അസോസിയേറ്റഡ് വിത്ത് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. സോ ഇവിടെ ന്യൂ മൈനസ് ഈ ന്യൂ 0 ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന -ന്യൂ 0. ദാറ്റ് മീൻസ് എന്താണ്? ഡിഫറൻസ് ഓഫ് എനർജി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? അവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്? കൈനറ്റിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാനോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇവരിവിടെ സ്പെക്ട്രം. ഓക്കെ, നമ്മൾ എന്തായാലും വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അറ്റോമിക് സ്പെക്ട്രയിലോട്ട് പോവുകയാണ്. അപ്പോൾ അറ്റോമിക് സ്പെക്ട്രയുടെ കുറച്ച് എവിഡൻസും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതിലെ ഒരു സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ ലൈറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് സീരീസ് ഓഫ് ബാൻഡ്സ് ആയിട്ട് കാണപ്പെടും. അതിനെയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും ആ ഒരു മീഡിയ ചേഞ്ച് കാരണം എന്ത് പറ്റാണ്? അവിടെ അതിൻ്റെ വേവ് ലെങ്തിൻ്റെ റേഞ്ചിനനുസരിച്ചിട്ട് വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യാണ്? സ്പ്രെഡ് ഔട്ട് ഇൻ ടു എ സീരീസ് ഓഫ് കളേർഡ് ബാൻഡ്സ് കോൾഡ് സ്പെക്ട്രം. വിവിധ തരത്തിലുള്ള ബാൻഡായിട്ട് അതിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്യാണ്. സോ അതിനെ നമുക്ക് സ്പെക്ട്രം എന്ന് പറയാം. ഇനിയുള്ളത് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി നമുക്ക് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ നോക്കാം. When an electric discharge is passed through gaseous hydrogen, the hydrogen molecules dissociate and the energetically excited hydrogen atoms emit electromagnetic radiation of discrete frequencies. The hydrogen spectrum consists of several series of lines named after their discoverers. അപ്പോൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം ഹൈഡ്രജൻ മോളിക്യൂൾസ്, ഗേഷ്യസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ മോളിക്യൂൾസിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുമ്പോൾ, അതൊരു എനർജി അല്ലേ, എനർജി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. എന്നിട്ട് ഇവിടെ സംഭവിക്കുന്നത് ഇതിൽ നിന്നുള്ള ഇലക്ട്രോൺസിന് എക്സൈറ്റേഷൻ സംഭവിക്കും. ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് ഒരു ഹയർ എനർജി ലെവലിലോട്ട് അവർ പോകും. ഓക്കെ, ഇലക്ട്രോൺസിന് എക്സൈറ്റേഷൻ സംഭവിക്കുമ്പോൾ അവരുടെ എനർജി കൂടും. ദെൻ എന്ത് ചെയ്യും? അവർ ആ ഒരു ഹയർ എനർജിയിൽ നിന്ന് എനർജീനെ റിലീസ് ചെയ്ത് ലോവർ ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ എനർജീനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് റേഡിയേഷൻസ് ആയിട്ടായിരിക്കും, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ടായിരിക്കും എമിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എക്സൈറ്റേഷൻ ഡീഎക്സൈറ്റേഷൻ വഴി എന്ത് കിട്ടുന്നത്? കുറച്ച് ലൈൻസ് കിട്ടുന്നത്. ആ ലൈൻസാണ് നമ്മൾ, ആ സീരീസ് ഓഫ് ലൈൻസിനെയാണ് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ ഓരോ സീരീസ് ഓഫ് ലൈൻസും അത് ഡിസ്കവർ ചെയ്ത ആൾക്കാരുടെ നെയിം അനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്.
ഇതാണ്. ഇതിപ്പോൾ n is equal to 1, n is equal to 2, 3, 4, 5, 6 ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഷെൽസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ ഇലക്ട്രോൺസിന് എക്സൈറ്റേഷൻ സംഭവിച്ച് മേലെ പോയിട്ട് പിന്നീട് അവർ എന്ത് ചെയ്യാണ്, ഇലക്ട്രോൺസ് ഡി എക്സൈറ്റഡ് ആയിട്ട് താഴോട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോഴാണ് ഓരോ ഓരോ സീരീസ് ഓഫ് ലൈൻസ് കിട്ടുന്നത്. അതിപ്പോൾ n is equal to 1 എന്നുള്ള സ്റ്റേജിലോട്ട് ആ ഒരു സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്കും ലൈമാൻ സീരീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. n is equal to 2ലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അവിടെ ബാൽമർ സീരീസ്, പിന്നെ 3ലാണ് വന്ന് ഡി എക്സൈറ്റഡ് ആയിട്ട് വീഴുന്നതെങ്കിൽ അത് പാഷൻ സീരീസ്, അങ്ങനെ അങ്ങനെ മേലോട്ട് പോകുമ്പോഴത്തേക്കും കുറേ സീരീസ് ഉണ്ട്. ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, ഇത്രയും പഠിച്ചു വയ്ക്കുക, ഓർഡറിൽ തന്നെ പഠിക്കുക. ലൈമാൻ ആണെങ്കിൽ n1 is equal to 1ഉം n2 is equal to മുകളിലോട്ട് എത്രയിലോട്ട് വേണമെങ്കിലും അവർക്ക് എക്സൈറ്റഡ് ആയിട്ട് പോകാം. സോ 2, 3 ഒന്നിനേക്കാളും കൂടിയ നമ്പേഴ്സ് എല്ലാത്തിലും ഏത് ലെവലിൽ വേണമെങ്കിലും പോവാം. ആൻഡ് ബാൽമർ സീരീസ് എന്ന് പറയുമ്പോൾ n1 is equal to 2, അതിൻ്റെ ബേസ് ലെവൽ എന്ന് പറയുന്നത് ഡി എക്സൈറ്റഡ് ആയിട്ട് വരുന്നത് സെക്കൻഡ് എനർജി ലെവലിലാണ്. പിന്നെ അതിൻ്റെ n2 എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് 3, 4 അങ്ങനെ എക്സെട്ര ഏതിലോട്ട് വേണമെങ്കിലും പോവാം. പാഷൻ ആണെങ്കിൽ n1 is equal to 3, ബ്രാക്കറ്റ് ആണെങ്കിൽ 4, ഫണ്ട് ആണെങ്കിൽ 5. ഇനി ഇവർ വന്ന് വീഴുമ്പോൾ കിട്ടുന്ന സീരീസിൽ ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ആ ഉണ്ടാവുന്ന റേഡിയേഷൻസ് ലൈമാൻ സീരീസിൽ വരുന്നത് അൾട്രാവയലറ്റും, ബാൽമർ സീരീസിൽ വിസിബിളും, പാഷനിൽ ഇൻഫ്രാറെഡും, ബ്രാക്കറ്റിൽ ഇൻഫ്രാറെഡും, ഫണ്ടിലും ഇൻഫ്രാറെഡ്. അപ്പോൾ ഇതിലത്തെ PSCൻ്റെ മുന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ബാൽമർ സീരീസിൻ്റെ സ്പെക്ട്രൽ റീജിയൻ ഏത് റീജിയൻ ആണെന്നാണ് ചോദിച്ചത്. ബാൽമർ സീരീസിൽ വരുന്ന EM വേവ്സ് ഏതാണെന്നാണ് ചോദ്യം വന്നിരുന്നത്. ആൻസർ ഈസ് വിസിബിൾ. വിസിബിൾ ലൈറ്റാണ് ഇതിൽ വരുന്നത്, ബാൽമറിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ഈ ഒരു സീരീസ് ഒന്ന് ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. കറസ്പോണ്ടിങ് നമ്പർ കൊടുത്തിട്ട് ചോദിക്കാം. n1 ലൈമാന്, പിന്നെ 5 ആണെങ്കിൽ ഫണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ലിങ്ക് വെച്ചിട്ട് പഠിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് ബാൽമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ ബാൽമർ സീരീസ്. അദ്ദേഹം അതിനൊരു ഫോർമുലയൊക്കെ കൊണ്ടുവന്നു. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 109,677 ഇൻറ്റു 1/2² മൈനസ് 1/n² സെൻറ്റിമീറ്റർ റേസ് ടു -1. ഇത് ദെൻ ദി വിസിബിൾ ലൈൻസ് ഓഫ് ദി ഹൈഡ്രജൻ സ്പെക്ട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു 109,677 എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് 109,677 സെൻറ്റിമീറ്റർ റേസ് ടു -1 എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രജൻ ആണ്. അടുത്തതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് Bohr's model of hydrogen atom നോക്കാം. Niels Bohr was the first to explain quantitatively the general features of structure of hydrogen atom and its spectrum. നീൽസ് ബോർ ആണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചറും അതുപോലെ അതിൻ്റെ സ്പെക്ട്രവും ഒക്കെ കറക്റ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ആദ്യത്തെ ആൾ. അതിനനുസരിച്ച് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് പോസ്റ്റ്ലേറ്റ്സ്. ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ ബോറിൻ്റെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റം മോഡലിൻ്റെ ഫീച്ചേഴ്സ് പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദ ഇലക്ട്രോൺസ് ഇൻ ദി ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ദീസ് പാത്ത്സ് ആർ കോൾഡ് ഓർബിറ്റ്സ്. ആണല്ലോ, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു സർട്ടൻ പാത്തിലൂടെയാണ്. അതിനൊരു ഫിക്സഡ് റേഡിയസും എനർജിയും ഉണ്ടാവും. ആ പാത്തിൻ്റെ പേരാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ്. ഓക്കെ, അതാണ് ഈ ഓർബിറ്റ്സ് എന്ന് പറയുന്നില്ലേ, അവരെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്നും അലൗഡ് എനർജി സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓർബിറ്റ് എന്നുള്ള ടേം മാത്രം നോക്കി വയ്ക്കുക കറക്റ്റായിട്ട്. ദീസ് ഓർബിറ്റ്സ് ആർ അറേഞ്ച്ഡ് കോൺസെൻട്രിക്കലി അറൗണ്ട് ദ ന്യൂക്ലിയസിന് ചുറ്റിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓർബിറ്റ്സ്. രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് പറഞ്ഞത്, ദ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദി ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈം കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ എനർജി വ്യത്യാസം വരുന്നില്ല. ഹവവർ ദ ഇലക്ട്രോൺ വിൽ മൂവ് ഫ്രം എ ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റ് ടു എ ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റ് when required amount of energy is absorbed by the electron or energy is emitted when electron moves from higher energy state to a lower stationary state. The energy change does not take place in a continuous matter. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ആവുന്നതല്ല. പക്ഷേ ഒരു എമൗണ്ട് ഓഫ് എനർജി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സൈറ്റഡ് ആയിട്ട് അവർ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ എനർജിയുടെ ചേഞ്ച് വരുന്നതേ ഉള്ളൂ.
ഇനി വരുന്നത് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ occurs between two stationary states that differ in energy by delta E is given by. അപ്പോൾ ഇങ്ങനെ എത്ര ഫ്രീക്വൻസി ഓഫ് റേഡിയേഷനാണ് അബ്സോർബ് ചെയ്തത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്തത് അതനുസരിച്ചിട്ട്, അതായത് ഒരു ട്രാൻസിഷൻ ലോവറിൽ നിന്ന് ഹയർ എനർജി ലെവലിലോട്ട് ട്രാൻസിഷൻ ഉണ്ടാവുമല്ലോ എപ്പോൾ അവർക്ക് കൂടുതൽ എമൗണ്ട് കിട്ടുമ്പോൾ, എനർജി കിട്ടുമ്പോൾ. ഇനി എനർജി കുറയുമ്പോൾ അവർ എന്ത് ചെയ്യണം, ഹയറിൽ നിന്ന് ലോവർ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരികയാണ്. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന രണ്ട് സ്റ്റേഷനറി സ്റ്റേറ്റുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ബൈ എച്ച്. ഇവിടെ E1ഉം E2 എന്ന് പറയുന്നത് എനർജീസ് ഓഫ് ദി ലോവർ ആൻഡ് ഹയർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ദിസ് എക്സ്പ്രഷൻ ഈസ് കോമൺലി നോൺ എസ് ബോർസ് ഫ്രീക്വൻസി റൂൾ. ബോറിൻ്റെ ഫ്രീക്വൻസി റൂളാണ് ഇത്. ഫ്രീക്വൻസീനെ ഈ ഒരു ടൈമിലുള്ള ഫ്രീക്വൻസി പറയുന്നത് ആ ഒരു എനർജി ചേഞ്ച് ഡിവൈഡഡ് ബൈ എച്ച്. The angular momentum of an electron is quantized. In a given stationary state, it can be expressed as, പിന്നെ ഇതിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടൈസ് ചെയ്യാൻ പറ്റും. MEVR, M/V/R is equal to N/h/2π. ME എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ഓക്കെ. ഇവിടുത്തെ V എന്ന് പറയുന്നത് വെലോസിറ്റി, ദെൻ R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് മൂവിങ്. ദസ് ആൻ ഇലക്ട്രോൺ ക്യാൻ മൂവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഫോർ വിച്ച് ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ദാറ്റ് മീൻസ് ആംഗുലർ മൊമെൻറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഒരു ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2π എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് അതിന് ആംഗുലർ മൊമെൻറ്റം എപ്പോഴും ക്വാണ്ടൈസ്ഡ് ആയിരിക്കും, ഇത്ര എമൗണ്ട് എന്ന് ഉണ്ടാവണം. അക്കോർഡിംഗ് ടു ബോർസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഈ ബോറിൻ്റെ ഹൈഡ്രജൻ ആറ്റം അനുസരിച്ച് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഫോർ ഇലക്ട്രോൺ ആർ നമ്പേർഡ്. ഈ ഇലക്ട്രോണിൻ്റെ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് N=, അതായത് ഓർബിറ്റ്സ് പറഞ്ഞില്ലേ, N=1, 2, 3 എന്നുള്ളത്, അങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. ദീസ് ഇൻ്റഗ്രൽ നമ്പേഴ്സ് ആർ നോൺ എസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. അങ്ങനെ N=1, N=2, N=3 എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന N-ന് കൊടുക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. 2, ദ റേഡിയൈ ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ആസ് Rn=n² A0. റേഡിയസിന് ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, n² A0, where A0 is equal to 52.9 picometer. Thus, the radius of the first stationary state called the Bohr's orbit. ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? ഒന്നാമത്തെ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ n 1. സോ 1² A0. A0യുടെ വാല്യൂ 52.9 picometer. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 52.9 തന്നെയാണ്. പിന്നെ അടുത്ത് പറയുന്നത് the most important property associated with the electron is the energy of its stationary state. It is given by the expression En=-RH into 1/n². RH റിഡ്ബർഗ് കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിലിപ്പോൾ ജൂളിലാണ് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, 2.18 × 10⁻18 ജൂൾ. ഇനി നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, ഇതിലൊരു പോസ്റ്റുലേറ്റും കൂടെ ഉണ്ട്. ബോർസ് തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദി അയോൺസ് കണ്ടെയ്നിങ് ഓൺലി 1 ഇലക്ട്രോൺ സിമിലർ ടു ദാറ്റ് പ്രസൻറ്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. ഫോർ എക്സാമ്പിൾ He+, Li2+, Be3+, ആൻഡ് സോ ഓൺ. ദ എനർജീസ് ഓഫ് ദി സ്റ്റേഷനറി സ്റ്റേറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് അയോൺസ് ഓൾസോ നോൺ ആസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആർ ഗിവൺ ബൈ ദി എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്നിട്ട് ബോറിൻ്റെ തിയറി അനുസരിച്ചിട്ട് ഈ ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ 1 അല്ലേ, ഒരു ഇലക്ട്രോണുള്ള ആറ്റമാണ്. സോ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണുള്ള മറ്റേത് സ്പീഷീസ് വന്നാലും അതും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയും ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. ബോർസ് തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ്. ഈ ബോറിൻ്റെ തിയറി അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹീലിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 2 ആണ്, അതായത് 2 ഇലക്ട്രോണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് സിമിലർ ടു ഹൈഡ്രജൻ ആറ്റം തന്നെ. ലിഥിയം 2+ എന്ന് പറയുമ്പോഴത്തേക്കും 3 ആണ് അറ്റോമിക് നമ്പർ, ദാറ്റ് മീൻസ് 3 ഇലക്ട്രോൺസ് ആണ്. ഇവിടുന്ന് 2+, 2 ഇലക്ട്രോൺസ് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ Li2+ എന്ന് പറയുന്ന സ്പീഷീസ് എന്തുപോലെയാണ്, ഹൈഡ്രജൻ ആറ്റം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന 1 ഇലക്ട്രോൺ സ്പീഷീസിനൊക്കെ ബോർസ് തിയറി അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്.
ഇനി ഒരു പോയിന്റ്, ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് മൂവിങ് ഇൻ ദീസ് ഓർബിറ്റ്സ്. ഈ ഓർബിറ്റിലൂടെ പോകുന്ന ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓൾദോ ദ പ്രിസൈസ് ഇക്വേഷൻ ഈസ് നോട്ട് ഗിവൺ ഹിയർ, ക്വാണ്ടിറ്റേറ്റീവ്ലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ദി ന്യൂക്ലിയസ് ആൻഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് വെലോസിറ്റി നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ കറക്റ്റ് ഇക്വേഷനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ആകെ പറയുന്നത് എന്താണ്, വെലോസിറ്റി, ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ്? ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് n is equal to 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇല്ലേ, അത് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസ് അത് കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു കാര്യമുണ്ട്, ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻ. ഒന്ന്, ഇറ്റ് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ ദ ഫൈനർ ഡീറ്റെയിൽസ് doublet, that is two closely spaced lines of the hydrogen atom spectrum observed by using sophisticated spectroscopic techniques. This model is also unable to explain the spectrum of atoms other than hydrogen. For example, helium atom, which possesses only 2 electrons. Further, Bohr's theory was also unable to explain the splitting of spectral lines in the presence of magnetic field or an electric field. അപ്പോൾ ഇതിൽ പറയുന്നത് കുറച്ച് എന്താ പറയാനായിട്ട്, ഹൈഡ്രജൻ്റെ ആറ്റം എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രം മാത്രമേ ഇത് വെച്ചിട്ട് പറയാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ഒരു ഇതായിട്ട് പറയാണ്, ലിമിറ്റേഷനായിട്ട് പറയാണ്. പിന്നെ ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളതുണ്ട്, ഈ ഒരു സീമാൻ ഇഫക്റ്റും ഇലക്ട്രിക് ഫീൽഡും കണ്ടില്ലേ, ഇത് നമുക്ക് +2 കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്, എന്നാലും ഒന്ന് നോക്കി വെച്ചോ. സീമാൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ എമ്മും വെച്ചിട്ട് കിട്ടിക്കൊള്ളണം. സീമാൻ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. ഈ സീമാൻ ഇഫക്റ്റ് സ്റ്റാർക്ക് ഇഫക്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ബോറിൻ്റെ തിയറിയിലെ ഒരു ലിമിറ്റേഷൻ. അപ്പോൾ എന്താണ് സീമാൻ ഇഫക്റ്റ് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. സീമാൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ആവുന്നതും, സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ആവുന്നതുമാണ്. ആ ഒരു ഫിനോമിനനാണ് സീമാനും സ്റ്റാർക്കും ഇഫക്റ്റ്. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റിയില്ല, ബോർസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺഡ്സ് വെച്ചിട്ട് ആറ്റംസ് മോളിക്യൂൾസ് ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കഴിവിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ ഒരു തിയറിക്ക് പറ്റിയില്ല. ഇനി ടുവേർഡ്സ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലോട്ട് നമ്മൾ പോവുകയാണ്. 2 ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്സ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ ഫോർമുലേഷൻ ഓഫ് സച്ച് മോഡൽസ് ആർ: ഒന്ന്, ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്ററും, രണ്ട്, ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. ഓക്കെ, ഇതിൽ ഡുവൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഡീബ്രോഗ്ലി ആണ് പ്രപ്പോസ്ഡ് ദാറ്റ് മാറ്റർ ലൈക്ക് റേഡിയേഷൻ ഷുഡ് ഓൾസോ എക്സിബിറ്റ് ഡുവൽ ബിഹേവിയർ, ദാറ്റ് ഈസ് ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. ദിസ് മീൻസ് ദാറ്റ് ജസ്റ്റ് ആസ് ദി ഫോട്ടോൺ ഹാസ് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്, ഇലക്ട്രോൺസ് ഷുഡ് ഓൾസോ ഹാവ് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. ഡീബ്രോഗ്ലി from this analogy gave the following relation between wavelength and momentum of a material particle. അദ്ദേഹം ഡീബ്രോഗ്ലി പറഞ്ഞത് ഒരു ഡുവൽ ബിഹേവിയർ ആണ്. അതായത് നമ്മൾ ഫോട്ടോൺ ലൈറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഇലക്ട്രോണിനും ഒരു മൊമെൻറ്റം ഉണ്ട് അല്ലേ, ഇലക്ട്രോണിന് മൊമെൻറ്റവും വേവ് ലെങ്തും ഒക്കെ ഉണ്ട്. ആ റിലേഷൻ നമുക്കിവിടെ പഠിച്ചു വയ്ക്കണം. ഡീബ്രോഗ്ലി ലാംഡ ഈസ് ഈക്വൽ ടു h/mv, അല്ലെങ്കിൽ ഈ m/v എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്, h/p, വേർ m ഈസ് ദ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, പിന്നെ v ഇറ്റ്സ് വെലോസിറ്റി, p ഇറ്റ്സ് മൊമെൻറ്റം. ഇതാണ് ഡീബ്രോഗ്ലി പറഞ്ഞത്. അടുത്തൊരു പ്രിൻസിപ്പിൾ വരുന്നത് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് എക്സാക്ട് മൊമെൻറ്റം ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ എക്സാക്ട് പൊസിഷനും എക്സാക്ട് മൊമെൻറ്റവും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൈമൾട്ടേനിയസ്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് പഠിക്കേണ്ടത്. Δx × Δpx ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. പിന്നെ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ബോറിൻ്റെ മോഡൽ ഫെയിലുവർ ആവാനുള്ള കുറച്ച് കാരണങ്ങൾ. ഇൻ ബോർസ് മോഡൽ ആൻ ഇലക്ട്രോൺ ഈസ് റിഗാർഡഡ് ആസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ വെൽ ഡിഫൈൻഡ് സർക്കുലർ ഓർബിറ്റ്സ് അബൌട്ട് ദ ന്യൂക്ലിയസ്. ദ വേവ് ക്യാരക്ടർ ഓഫ് ദി ഇലക്ട്രോൺ ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ബോർ മോഡൽ.
അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബോറിൻ്റെ മോഡലിൽ ഫെയിലുവർ ഉണ്ടാവാൻ കാരണങ്ങളിൽ ഒന്ന്, ബോർ എന്താണ് കൺസിഡർ ചെയ്തത്, ആറ്റത്തിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ചാർജുള്ള മൂവിങ് പാർട്ടിക്കിളാണ്, പിന്നെ അതിൻ്റെ വേവ് ക്യാരക്ടർ ഒന്നും കൺസിഡർ ചെയ്തില്ല. രണ്ടാമത്തേത്, ആൻ ഓർബിറ്റ് ഈസ് എ ക്ലിയർലി ഡിഫൈൻഡ് പാത്ത് ആൻഡ് ദിസ് പാത്ത് ക്യാൻ കംപ്ലീറ്റ്ലി ബി ഡിഫൈൻഡ് ഓൺലി ഇഫ് ബോത്ത് ദ പൊസിഷൻ ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ആർ നോൺ എക്സാക്ട്ലി അറ്റ് ദ സെയിം ടൈം. ദിസ് ഈസ് നോട്ട് പോസിബിൾ അക്കോർഡിംഗ് ടു ദ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അടുത്തത്, ഒരു ഓർബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കണം, അതിൻ്റെ പൊസിഷനും വെലോസിറ്റിയും ഒക്കെ അതിലുള്ള ഇലക്ട്രോണിൻ്റെ പൊസിഷനും വെലോസിറ്റിയൊക്കെ കറക്റ്റായിട്ട് എക്സാക്ട്ലി അറ്റ് ദ സെയിം ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് ഓൾറെഡി ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബോർ മോഡൽ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ദെയർഫോർ നോട്ട് ഓൺലി ഇഗ്നോർസ് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ ബട്ട് ഓൾസോ കോൺട്രഡിക്ട്സ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ മറ്റതിൽ അദ്ദേഹം പറഞ്ഞത്, ബോർസ് മോഡലിൽ പറഞ്ഞിരുന്ന എന്താണ്, നമ്മുടെ റേഡിയസും കണ്ടുപിടിക്കാൻ പറ്റും, വെലോസിറ്റിയെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ ഹെയ്സൻബർഗ് അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ചു. അപ്പോൾ അതും ഇതിൻ്റെ ഈ ഒരു ബോർ മോഡൽ ഫെയിലിയർ ആവാനുള്ള ഒരു കാരണമാണ്. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലോട്ട് പോവാം. The branch of science that takes into account this dual behavior of matter is called quantum mechanics. ഈ മാറ്ററിൻ്റെ ഡ്യുവൽ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഒത്തിരി ഇതായിട്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ PSCക്ക് മുന്നേ ചോദിച്ച പൊല്യൂഷൻ ബോർഡിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് പറയാം. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ ഈ H phi is equal to E phi E psi ആണ്. H psi is equal to E psi. ഇതിൽ ഈ ഓരോന്നിൻ്റെയും റെപ്രസെൻറ്റേഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇത് H ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതായിരുന്നു ഒരിക്കൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പൊല്യൂഷൻ ബോർഡ് കഴിഞ്ഞ വർഷത്തെ ചോദ്യത്തിൽ. ആൻസർ എന്താണ്? ഹാമിൽട്ടോണിയൻ. ഓക്കെ. For a system such as an atom or a molecule whose energy does not change with the time, the Schrodinger equation is written as H cap psi is equal to E psi, where H cap is a mathematical operator called Hamiltonian. Schrodinger gave a recipe of constructing this operator from the expression for the total energy of the system. The total energy of the system takes into account the kinetic energies of all the subatomic particles, attractive potential between the electrons and nuclei, and repulsive potential among the electrons and nuclei individually. Solutions of this equation gives E and psi. ഒന്നാമത്തെ ചോദ്യം ഇതിൽ നിന്ന് വരുന്നത് 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്ന്, ഈ ഒരു റിലേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം, ഒന്നാമത്തെ ചോദ്യം. 2, ഇതിലെ H ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഹാമിൽട്ടോണിയൻ. 3, സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ എന്തിൻ്റെയൊക്കെ ഏതൊക്കെ പാരാമീറ്റേഴ്സിൻ്റെ സൊല്യൂഷനാണ് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. ആൻസർ എന്തിൻ്റെയൊക്കെ? ഇയുടെയും അതുപോലെ സൈയുടെയും. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കുറച്ച് ക്വാണ്ടം നമ്പേഴ്സാണ്. അതിലോട്ട് പോവാം. ക്വാണ്ടം നമ്പേഴ്സ്. ഓക്കെ, അതായത് നമുക്ക് 4 ക്വാണ്ടം നമ്പേഴ്സാണ് പഠിക്കാനുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്, ആ ഒരു ന്യൂക്ലിയസിൻ്റെ വലിപ്പവും അതൊക്കെ ആയിരിക്കും നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലത് കിട്ടുന്നത്. അസിമുത്തൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് ഷേപ്സ് ഓഫ് ദി ഓർബിറ്റൽസിൻ്റെ ഷേപ്പാണ് അസിമുത്തലിൽ നിന്ന് കിട്ടുന്നത്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ, ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിൻ്റെ ഓറിയൻറ്റേഷനാണ് നമുക്ക് മാഗ്നറ്റിക്കിൽ കിട്ടുന്നത്. സ്പിൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ്ങിനെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പറിൽ. റെപ്രസെൻറ്റേഷൻ നോക്കുക, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സ്മോൾ n എന്നും, അസിമുത്തലാണെങ്കിൽ L എന്നും, മാഗ്നറ്റിക് ആണെങ്കിൽ എം ഡാഷും, അതുപോലെ സ്പിൻ എന്ന് പറയുമ്പോഴത്തേക്കും MS ആണ് കിട്ടുന്നത്. മാഗ്നറ്റിക് ML, സ്പിൻ എന്ന് പറയുമ്പോൾ MS. പിന്നെ N എന്നൊക്കെ പറയും, എൻ്റെ വാല്യൂ 1 2 3 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓരോ ഷെല്ലുകളില്ലേ, K, L, M, N, ഇതൊക്കെയാണ് N is equal to 1 2 3 എന്ന് പറഞ്ഞ് പോകുന്നത്. പിന്നെ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, നമ്മളിപ്പം ഓരോ ഷെല്ലിലും സബ് ഷെൽസ് ഉണ്ടല്ലേ. ഇപ്പോൾ ഷെല്ലുകൾ നമ്മൾ KLMN എന്ന് പറഞ്ഞാലും ഓരോ ഷെല്ലിലും S, P, D, F ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുണ്ട്, സബ് ഷെൽസ് ഉണ്ട്.
അടുത്തത് സബ്ഷെല്ലുകൾ കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഓരോ സബ്ഷെല്ലിനകത്തും ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കാണുന്ന ഡെൻസറായിട്ട് കാണുന്ന ഏരിയാസ് ഉണ്ട്. അതിനെ പറയുന്നതാണ് ഓർബിറ്റൽ. ഓർബിറ്റലിൻ്റെ പേരുകൾ വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ എസ് ഓർബിറ്റൽ, പിന്നെ പി ഓർബിറ്റലാണെങ്കിൽ പി എക്സ്, പി ഇസഡ്, പി വൈ എന്ന് പറയുന്ന അതാണ് പി ഓർബിറ്റൽ. പിന്നെ ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി ഇസഡ് സ്ക്വയർ, ഡി വൈ ഇസഡ്, ഡി എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, ഇങ്ങനെയൊക്കെയാണ് റീജിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ നോക്കാം. ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ വിത്ത് വാല്യൂസ് n is equal to 1, 2, 3, etc. ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമൈൻസ് ദ സൈസ് ആൻഡ് ടു ലാർജ് എക്സ്റ്റെൻഡ് ദ എനർജി ഓഫ് ദി ഓർബിറ്റൽ. ഓക്കെ, സൈസും അതുപോലെ ഓർബിറ്റലിൻ്റെ എനർജിയൊക്കെയാണ്, അതിനെപ്പറ്റിയാണ് എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓൾസോ ഐഡൻറ്റിഫൈസ് ദ ഷെല്ല്. n is equal to 1, 2, 3 എന്ന് പറയുന്നത് ഓരോ ഷെല്ലുകളാണ്, KLMN എന്ന് പറയുന്ന ഷെല്ലുകളാണ്. ആ വാല്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്? അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ നിന്ന് കിട്ടും. ഇനി വിത്ത് ദ ഇൻക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് n, the number of allowed orbital increases and are given by n square. All the orbitals of a given value of n constitute single shell of atom and are represented by the following letters. n is equal to 1, 2, 3, 4. ഷെൽ എന്ന് പറയുമ്പോൾ KLMN. രണ്ടാമത്തേത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ L എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റ് പേരുകളും കൂടെ നോക്കി വയ്ക്കുക. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. അപ്പോൾ അസിമുത്തലിൻ്റെ മറ്റ് പേരുകളാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, സബ്സിഡിയറി ക്വാണ്ടം നമ്പർ. ഇറ്റ് ഡിഫൈൻസ് ദ 3-dimensional ഷേപ്പ് ഓഫ് ഓർബിറ്റൽ. ഷേപ്പ്, 3-dimensional ഷേപ്പ്. ആദ്യത്തേത് സൈസ് ആണെങ്കിൽ ഇവിടെ ഓർബിറ്റലുകളുടെ ഷേപ്പാണ് കിട്ടുന്നത്. ഇവിടെ വാല്യൂസ് വരുന്നത് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, L ക്യാൻ ഹാവ് n വാല്യൂസ് റേഞ്ചിങ് ഫ്രം 0, n-1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ 2 ആണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? 0 മുതൽ n-1 വരെ. അപ്പോൾ 1 വരാം. ഇനി n-1, 2-1 എന്ന് പറയുമ്പോഴത്തേക്ക് 1 മാക്സിമം ഇത്രയേ വരത്തുള്ളൂ. ഓക്കെ, ഇനി n is equal to 3 ആണെങ്കിൽ 0 മുതൽ 1, 2 ഇങ്ങനെ ഇത്രയും കൂടി നോക്കി വയ്ക്കുക. 0 മുതൽ n-1 വരെ ഉള്ള വാല്യൂസാണ് എല്ലിന് കിട്ടുന്നത്. ഈച്ച് ഷെൽ കൺസിസ്റ്റ് ഓഫ് 1 or more സബ് ഷെൽസ് ഓർ സബ് ലെവൽസ്. സബ് ഷെൽസ് ഒക്കെ പറഞ്ഞു, SPDF എന്നുള്ളതാണ് സബ് ഷെൽസ് നടക്കുന്നത്. ഇപ്പോൾ വാല്യൂ ഫോർ L 0, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കൊടുക്കത്തില്ലേ, അതിന് ഓരോന്നിലും വരുന്ന സബ് ഷെല്ലുകളാണ് SPDF, GH എന്നൊക്കെ പറയുന്നത്. ഇനി സബ് ഷെൽ നൊട്ടേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് കിട്ടിക്കോളും. സബ് ഷെൽ കോൺഫിഗറേഷൻ n is equal to 1 ആണെങ്കിൽ അതിൽ 1s, 2 ആണെങ്കിൽ 2s, 2p, 3 ആണെങ്കിൽ 3s, 3p, 3d, 4 ആണെങ്കിൽ 4s, 4p, 4d, 4f. ഇതിനനുസരിച്ച് ആ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും എല്ലും സബ് ഷെൽ നൊട്ടേഷനും നോക്കി വയ്ക്കുക. ഈ ഒരു അത് നമുക്ക് കാണാം, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് n is equal to 1 എന്നുള്ള ഒരു ഇക്വേഷൻ, അതുപോലെ n is equal to 1, 2, 3 ഇങ്ങനെ പോകുന്നുണ്ട്, അത് മനസ്സിലുണ്ടാവണം. അടുത്ത് L എന്ന് പറയുമ്പോൾ 0 മുതൽ n-1 വരെയുള്ള വാല്യൂസാണ്. ഇങ്ങനെയുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ ഈ നൊട്ടേഷൻ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കത് പ്രോബ്ലം വരുമ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കാം. ഇനി മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ML എന്ന് പറയുമ്പോൾ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സസ്. സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ ആണ്, ഓർബിറ്റലുകളുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷനെ പറ്റിയാണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ പറയുന്നത്. പിന്നെ ഫോർ എനി സബ്ഷെൽ ഡിഫൈൻഡ് ബൈ L വാല്യൂ 2L+1 വാല്യൂസ് ഓഫ് ML ആർ പോസിബിൾ ആൻഡ് ദീസ് വാല്യൂസ് ആർ ഗിവൺ ബൈ. അപ്പോൾ നേരത്തെ നമ്മൾ 0 മുതൽ n-1 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത് 2L+1 ആണ് ഇവിടുത്തെ എന്താണ് ഇക്വേഷൻ. ഇനി നമുക്കിവിടെ വേണ്ടത് സ്പിൻ ക്വാണ്ടം നമ്പർ. വേറെ ഒന്നുമില്ല, ഇലക്ട്രോണിൻ്റെ സ്പിന്നിങ്ങിനെ പറ്റിയിട്ടുള്ള ഐഡിയ കിട്ടുന്നതാണ് സ്പിൻ ക്വാണ്ടം നമ്പറിൽ. ജോർജ് അലൻ ബെക്കാണ് ആൻഡ് സാമുവൽ ഗോഡ്സ്മിത്ത് ആണ് പ്രപ്പോസ് ചെയ്തത്. ദ പ്രസൻസ് ഓഫ് ദി ഫോർത്ത് ക്വാണ്ടം നമ്പർ നോൺ ആസ് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ. ആൻഡ് ഇലക്ട്രോൺ സ്പിൻസ് അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് മച്ച് ഇൻ എ സിമിലർ വേ ആസ് എർത്ത് സ്പിൻസ് അറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് വൈൽ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ. അതായത് നമ്മുടെ സൂര്യനെ
എർത്ത് റിവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എർത്തിനും ഒരു എന്താണ് കറക്കമുണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂക്ലിയസിനൊരു സ്പിന്നിങ്ങും കൂടി ഉണ്ട്. In other words, an electron has, besides a charge and mass, instinct spin, angular quantum number, spin angular momentum of the electron. ഓക്കെ, ഇതൊന്നും വേണ്ട. ഇവരുടെ സ്പിന്നിങ് നോക്കി വെച്ചാൽ മതി. സ്പിൻ അപ്പും സ്പിൻ ഡൗണും ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്ലസ് ഹാഫ് മൈനസ് ഹാഫും ആയിട്ടാണ് സ്പിന്നിങ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത്, ടു സം അപ്പ് ദ 4 ക്വാണ്ടം നമ്പേഴ്സ് പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അങ്ങനെ ഈ 4 ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഒന്നാമത്തേത് എൻ ഡിഫൈൻസ് ദ ഷെൽ, ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റൽ ആൻഡ് ഓൾസോ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ദ എനർജി ഓഫ് ദി ഓർബിറ്റൽ ആണല്ലോ. എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഓർബിറ്റലും അതുപോലെ ഓർബിറ്റലിൻ്റെ സൈസും അതുപോലെ ഓർബിറ്റലിൻ്റെ എനർജി ലെവലുമാണ് ഈ എന്നിൽ പറയുന്നത്. അടുത്തത്, there are n subshells in the nth shell. L identifies the subshell and determines the shape of the orbital. There are 2l+1 orbitals of each type in a subshell, that is 1 s orbital, L is equal to 0, 3 p orbitals, L is equal to 1, and 5 d orbitals, L is equal to 2 per subshell. To some extent, L also determines the energy of the orbital in a multi-electron system. പിന്നെ ML എന്ന് പറയുമ്പോൾ ഡെസിഗ്നേറ്റ്സ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദി ഓർബിറ്റൽ. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് എൽ, ML ഹാസ് 2l+1 വാല്യൂസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ MS എന്ന് പറയുമ്പോഴത്തേക്ക് സ്പിൻ ഓഫ് ദി ഇലക്ട്രോൺ, അതിൻ്റെ ഓറിയൻറ്റേഷനാണ് കാണിക്കുന്നത്. ഷേപ്പുകളുണ്ട്. എസ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. പിന്നെ പി എന്ന് പറയുമ്പോൾ പി സബ്ഷെല്ലിനുണ്ടാവുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡംബൽ ഷേപ്പാണ്. അവിടുത്തെ ഓർബിറ്റൽസ് PX, PY, PZ. പിന്നെ ഡി എന്ന് പറയുമ്പോൾ ഡബിൾ ഡംബൽ ഷേപ്പ്, DXY, DXZ, DYZ, DX2, Y2, DZ2 എന്നിങ്ങനെയാണ് അവിടുത്തെ ഓർബിറ്റൽസ് വരുന്നത്. പിന്നെ എനർജീസിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. ദ ഓർബിറ്റൽസ് ഹാവിങ് ദ സെയിം എനർജി ആർ കോൾഡ് ഡീജനറേറ്റ്. ഇതിങ്ങനെ വൺ വേർഡ് ഒന്ന് നോക്കി വയ്ക്കണേ. അതായത് സെയിം എനർജിയുള്ള ഓർബിറ്റൽസിന് ആ ഒരു കണ്ടീഷനെ പറയുന്നത് ഡീജനറേറ്റ്. ആ ഓർബിറ്റൽസിനെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. The 1s orbital in a hydrogen atom, as said earlier, corresponds to the most stable condition and is called the ground state. And an electron residing in this orbital is most strongly held by the nucleus. An electron in the 2s, 2p or higher orbitals in a hydrogen atom is in excited state. ഏറ്റവും ലോവർ ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ് ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. മുകളിലോട്ട് പോകുന്നവർ അത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഹയർ എനർജി ലെവൽസ് അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റ്സ്. പിന്നെ എന്തോന്നാണ് ആറ്റത്തിനെ പറയുന്നത് ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എനർജി കിട്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസ് മുകളിലോട്ട് പോകുമ്പോൾ അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് ഫില്ലിംഗ് ഓഫ് ഓർബിറ്റൽസ് ഇൻ ആറ്റം. ആറ്റത്തിലെ ഓർബിറ്റലുകളുടെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് കുറച്ച് 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്നാമത്തേത് ആഫ്ബാ പ്രിൻസിപ്പിൾ. ആഫ്ബാ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആറ്റംസ് ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിങ് എനർജീസ്. എനർജി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാണ്, ആ ഒരു ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റലിൽ ഫില്ല് ചെയ്യുന്നു എന്നതാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ പറയുന്നത്. അങ്ങനെ ആ ഒരു എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് 1s, 2s. ഈ S, P, D, F എന്നൊക്കെ പറയുന്നത് സബ്ഷെല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1s, then 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, 4d, 5p ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 3s, 3p കഴിഞ്ഞാൽ പിന്നെ 3d ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ 4s ആണ് ശരിക്കും എഴുതുന്നത്. ഓക്കെ, അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4sന് 3dനേക്കാളും എനർജി കുറവാണ്. ഓക്കെ,
സാധാരണ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും 1s, പിന്നെ അടുത്തൊരു ഓർഡറിൽ 2s 2p, പിന്നെ 3s 3p 3d ഇങ്ങനെ പോകുമെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ എനർജിയുടെ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അതായത് 4s-ഉം 3dയും എടുക്കുമ്പോൾ 3dക്ക് 4s-നേക്കാൾ എനർജി കൂടുതലായതുകൊണ്ട് അപ്പുറത്തേ എഴുതത്തുള്ളൂ. ഓക്കെ, അതുപോലെ 5s 5p ഈ 4d ഒക്കെ വരുന്ന സമയത്ത് ഈ d വരുന്ന സമയത്ത് മാത്രം ഒന്ന് എന്താണ് തൊട്ടടുത്തതിനെ അകത്തോട്ട് കയറ്റിയിട്ട് d പുറത്തോട്ട് പോകും. ഓക്കെ, അപ്പോൾ 4s 4 ഇവിടെ നോക്കിയാൽ 4s 4p 4d അല്ലേ വരേണ്ടത്. പക്ഷേ 4dക്ക് മുന്നേ തൊട്ടടുത്ത ആൾ 5s മുമ്പോട്ട് കയറും. ഈ ഒരു ഓർഡർ മാത്രം ഒന്ന് നോക്കി വയ്ക്കുക. രണ്ടാമത്തേത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതിൽ പറയുന്നത് നോ 2 ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരു ആറ്റത്തിലെ ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോൺസിന് ഒരിക്കലും എന്ത് വരത്തില്ല, ഈ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞില്ലേ 4 പേര്, ഈ 4 ക്വാണ്ടം നമ്പേഴ്സും ഒരേപോലെ വരത്തില്ല. അതായത് എല്ലാ ഇലക്ട്രോൺസിനും ക്വാണ്ടം നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ക്യാൻ ഓൾസോ ബി സ്റ്റേറ്റഡ് ആസ് ഓൺലി 2 ഇലക്ട്രോൺസ് മേ എക്സിസ്റ്റ് ഇൻ ദ സെയിം ഓർബിറ്റൽ ആൻഡ് ദീസ് ഇലക്ട്രോൺസ് മസ്റ്റ് ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ. ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺ മാത്രമേ കാണത്തുള്ളൂ. ഒരു ഇലക്ട്രോണിനകത്ത് 2 ഇലക്ട്രോൺ മാത്രമേ കാണത്തുള്ളൂ. അതെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ്ലി സ്പിൻഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ വിത്ത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ഈസ് ഈക്വൽ ടു 2n². അതായത് ഈ 2n² എന്നുള്ള ഫോർമുല വരുന്നത് ഇപ്പോൾ ഒരു ഷെല്ലിൻ്റെ നമ്പർ n ഈസ് ഈക്വൽ ടു 1, k എന്ന് പറയുന്ന ഷെല്ലാണെങ്കിൽ അവിടെ വരുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 × n². ദാറ്റ് മീൻസ് 2 ആണ്, 2 ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ഷെല്ലിൽ വരുന്നത്. അതുപോലെ സെക്കൻഡ് ഷെല്ല് n ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എൽ ഷെല്ലാണ്. അതിനകത്തുള്ള മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n². ദാറ്റ് മീൻസ് 2 × 2² അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺസ് ആണ് രണ്ടാമത്തെ ഷെല്ലിൽ വരുന്നത്. സോ ഈ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, എവിടെയെങ്കിലും നമുക്കത് ഹെൽപ്പ് ആവും. ഇനി അടുത്തൊരു റൂൾ വരുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇതിൽ പറയുന്നത് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽസ് ബിലോങ്ങിങ് ടു ദ സെയിം സബ്ഷെൽ ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അണ്ടിൽ ഈച്ച് ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദാറ്റ് സബ്ഷെൽ ഹാസ് ഗോട്ട് 1 ഇലക്ട്രോൺ ഈച്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിംഗ്ലി ഓക്യുപ്പൈഡ്. അതായത് ഇപ്പോൾ നമ്മൾ പി സബ്ഷെൽ എടുക്കുകയാണ്. ഓക്കെ, പി സബ്ഷെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 3 ഓർബിറ്റലാണ് ഉള്ളത്. സോ നമ്മളെ കയ്യിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇതിലൊരെണ്ണം ഫില്ല് ചെയ്യും, ഇതിലൊരെണ്ണം ഫില്ല് ചെയ്യും, ഇതിലൊരെണ്ണം ഫില്ല് ചെയ്യും. എന്നിട്ട് മാത്രമേ നാലാമത്തത് ഇങ്ങോട്ട് വന്ന് ഫില്ല് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും എന്താണ് 4 ഇലക്ട്രോൺസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതിൽ ആദ്യത്തേൽ 2 അടുത്തേൽ 2 അങ്ങനെ ഫില്ല് ചെയ്യത്തില്ല. ആദ്യം വേക്കൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പേസസിലും ഒന്നൊന്ന് വെച്ച് ഫില്ല് ചെയ്തിട്ട് പിന്നീട് മാത്രമേ ബാലൻസ് ബാക്കിയുള്ളതിൽ ഫില്ല് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയിൽ പറയുന്നത്. അടുത്ത് വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ടു ഓർബിറ്റൽസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു ആറ്റത്തിലെ ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺസിന് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 1s2 2s2 2p6 എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഒരു കാര്യമുള്ളത് സ്റ്റെബിലിറ്റി ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽസ്. അതായത് ഈ കോപ്പർ അതുപോലെ ക്രോമിയം ഇവരുടെയൊക്കെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും 3d4 4s2 എന്നും മറ്റേതിൽ 3d9 4s2 എന്നും കിട്ടും. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഡിക്ക് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 10 ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇവിടെ D4 എന്നുള്ളതിൽ ഒരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഹാഫ് ഫിൽഡ് ആക്കാൻ പറ്റത്തില്ലേ? 10ൽ 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 5 ആവും. സോ 10 ഇലക്ട്രോൺസ് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഇവന്മാർ 5 ആവുമ്പോഴത്തേക്കും പകുതിയെങ്കിലും ഫിൽഡായി എന്ന് പറയാം. ദാറ്റ് മീൻസ് അവർ സ്റ്റേബിൾ ആവും. അതുപോലെ അടുത്ത ആളിന് 3d9 4s2 ആണ്. ഇവിടെയും 9 എന്നുള്ളതിനെ 10 ആക്കി കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവത്തില്ലേ? എടുക്കുന്നത് അപ്പുറത്തെ 4s2ൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ 3d9 3d10 4s1 എന്നാവും. ദാറ്റ് മീൻസ് ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസിന് മോർ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന മെയിൻ കാര്യങ്ങൾ. താങ്ക് യു.